നമസ്കാരം. ഇന്ന് നമുക്ക് വെറ്റില ദീപം എങ്ങനെ കത്തിക്കാമെന്നും ആരൊക്കെ കത്തിച്ചാലാണ് ഇതിന് ഗുണം ലഭിക്കുന്നതെന്നും ഏതൊക്കെ ദിവസങ്ങൾ കത്തിക്കാമെന്നും തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ വെറ്റില ദീപം ആരൊക്കെ കത്തിക്കണം എന്ന് നോക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. ഭൂമിയിൽ സ്വന്തമായ ഒരു സ്ഥലം, അവിടെ ഒരു വീട് എന്നതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇങ്ങനെ വീടിന് വേണ്ടി ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്ഥലം സ്വന്തമായി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോ, അല്ലെങ്കിൽ സ്വന്തമായി കയ്യിലുള്ള ഒരു സ്ഥലം വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കത്തിക്കാവുന്ന ഒരു ദീപമാണ് വെറ്റില ദീപം. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ ഒരു ദീപം കത്തിക്കുന്നത് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചിട്ടുമുണ്ട്. അപ്പം വെറ്റില ദീപം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള ദീപമാണ്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ കത്തിക്കണം എന്ന് നമുക്ക് നോക്കാം. ഇത് കത്തിക്കാൻ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് 6 വെറ്റിലയാണ്. വെറ്റില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല വെറ്റില നോക്കിയെടുക്കണം. യാതൊരു വാടിയതോ അല്ലെങ്കിൽ പന്നലായതോ ആയ വെറ്റിലകൾ എടുക്കരുത്. 6 വെറ്റിലയും നല്ല വെറ്റിലയായിരിക്കണം. അതുപോലെ തന്നെ 6 വെറ്റില കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ തണ്ട് ഭാഗം നമ്മൾ ഒടിച്ച് മാറ്റി വെക്കുക. 6 തണ്ടും ഒടിച്ചു മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെറ്റിലയുടെ അഗ്രഭാഗത്തായിട്ട് അല്പം കുങ്കുമം, അതുപോലെ മഞ്ഞൾ, ചന്ദനം എന്നിവ മൂന്നും കുറി പോലെ തൊടേണ്ടതാണ്. അതായത് വെറ്റിലയുടെ തുമ്പ് ഭാഗത്തായിട്ട് അല്പം മഞ്ഞൾ തൊടണം, അതിനുശേഷം കുറച്ച് കുങ്കുമം തൊടാം, കുറച്ച് ചന്ദനം തൊടാം. ഇങ്ങനെ 3 കുറികളും ഈ 6 വെറ്റിലയുടെയും അഗ്രഭാഗത്ത് തൊട്ട ശേഷം ഇത് വട്ടത്തിൽ നിരത്തി വെക്കാം. അതായത് പല ദിക്കുകളിലേക്ക് നോക്കുന്ന രീതിയിൽ വെറ്റിലയെ നമ്മൾ അടുക്കി വട്ടത്തിലാക്കാം. ഇതൊരു പ്ലേറ്റിനകത്ത് അല്പം മഞ്ഞപ്പൊടി വിതറി അതിന് മുകളിൽ വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അങ്ങനെ വെച്ച ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു മൺചിരാത് വെക്കാം. ഈ മൺചിരാതിലും നമ്മൾ ഈ 3 കുറികളും തൊടേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കുറികൾ? നമ്മൾ അല്പം മഞ്ഞളും അതുപോലെ കുങ്കുമവും ചന്ദനവും ഈ ഒരു മൺചിരാതിലും തൊടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ മൺചിരാതിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഉപയോഗിച്ച് നമുക്ക് തിരി കത്തിക്കാം. എപ്പോഴും വില കുറഞ്ഞ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ല ശുദ്ധമായ എണ്ണ ഉപയോഗിച്ച് തന്നെ വേണം വിളക്ക് കത്തിക്കാൻ. ഇങ്ങനെ കത്തിക്കുമ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു വിഗ്രഹമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോയ്ക്കോ മുന്നിൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മുരുകൻ്റെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ വേണം നമ്മൾ വെറ്റില വിളക്ക് കത്തിക്കുവാൻ. അപ്പം അങ്ങനെ ചെയ്യേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 9 ചൊവ്വാഴ്ച അടുപ്പിച്ച് വെറ്റില ദീപം കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹ സാഫല്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ചൊവ്വാഴ്ചയല്ലെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കത്തിച്ച ശേഷം ഈ വിളക്ക് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുന്നിൽ തെളിയിച്ച ശേഷം നമുക്ക് ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം 21 അല്ലെങ്കിൽ 27 അതുമല്ലെങ്കിൽ 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മന്ത്രത്തിനോടൊപ്പം മറ്റ് മന്ത്രങ്ങളും സുബ്രഹ്മണ്യ സ്വാമിയുടേതാകുന്ന മറ്റു മന്ത്രങ്ങൾ അനവധിയുണ്ട്. ആ മന്ത്രങ്ങളും നമുക്ക് ജപിച്ച ശേഷം സുബ്രഹ്മണ്യനോട് എന്താണ് നമ്മുടെ ആഗ്രഹം? എനിക്കൊരു വീടാണ് വേണ്ടതെങ്കിൽ എനിക്കൊരു വീട് ലഭിക്കണം, വസ്തു ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വസ്തു വാങ്ങാനുള്ള ഒരു വഴി കാണിച്ചു തരണം, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ജോലി ലഭിക്കണം എന്നെല്ലാം എന്താണോ നമ്മുടെ ആവശ്യം, ആ ആവശ്യം ഈ വിളക്ക്, അതായത് ഈ ദീപം, വെറ്റില ദീപം തെളിയിച്ച് വെച്ച ശേഷം സുബ്രഹ്മണ്യനോട് ചോദിക്കാം. 9 ചൊവ്വാഴ്ച അടുപ്പിച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച ശേഷം വേണം ഇത് ചെയ്യുവാൻ.